നാളെ കർക്കിടക വാവുബലിയല്ലേ. ചില ഭക്തജനങ്ങൾക്ക് കുറച്ച് സംശയങ്ങളുണ്ട്. അപ്പോൾ അത് ദൂരീകരിക്കാനാണ് ഇന്നത്തെ വീഡിയോ. കർക്കിടക വാവ് ബലിതർപ്പണത്തിൻ്റെ പ്രാധാന്യത്തെക്കുറിച്ച് ഞാൻ പറഞ്ഞു തരേണ്ട കാര്യമില്ലല്ലോ. മൺമറഞ്ഞു പോയ നമ്മുടെ പൂർവികരായ ആത്മാക്കൾക്ക് നിത്യശാന്തിയും മോക്ഷവും ലഭിക്കുന്നതിന് വേണ്ടി ചെയ്യുന്ന ഈ കർമ്മം അനുഷ്ഠിക്കുന്നത്. ഞാനിന്ന് പറയാൻ പോകുന്നത് ബലിതർപ്പണത്തിനെക്കുറിച്ചോ ഇല്ലെങ്കിൽ ബലി എങ്ങനെ ഇടുന്നതിനെക്കുറിച്ചോ അതിനെക്കുറിച്ചൊന്നുമല്ല. പൊതുവെ കേരളത്തിൽ എല്ലാവർക്കും പൊതുവായിട്ടുള്ളൊരു സംശയമാണ്, കുടുംബത്തിൽ ഒരു മരണം സംഭവിച്ചു കഴിഞ്ഞാൽ നമുക്ക് വാവ് ബലി ഇടാമോ എന്നുള്ളൊരു സംശയമുണ്ട്. ആണ്ടുബലി പൂർത്തിയാകാതെ വരുമ്പോൾ നമ്മുടെ ആദ്യം മരിച്ച, അതായത് ഉദാഹരണത്തിന് ഞാൻ എൻ്റെ വീട്ടിലുള്ള കാര്യം തന്നെ ഞാൻ പറഞ്ഞ് മനസ്സിലാക്കി തരാം. എൻ്റെ അച്ഛൻ മരിച്ചിട്ട് 13 വർഷമായി, എൻ്റെ അമ്മ മരിച്ചിട്ട് 11 മാസമായി. 11ാമത്തെ ബലിയാണ് ഇപ്പോൾ കഴിഞ്ഞ മാസം കഴിഞ്ഞത്. അപ്പോൾ എൻ്റെ അമ്മയുടെ ഒരാണ്ട് കഴിയാത്തത് കൊണ്ട് എനിക്ക് അച്ഛൻ്റെ ബലി ഇടാമോ എന്നുള്ള ഡൗട്ടാണ് ഒന്നാമത്തത്. അമ്മയുടെ ആണ്ട് പൂർത്തിയാക്കാത്തത് കൊണ്ട് ഇതൊരു പുലവാലായ്മയായിട്ടാണ് കരുതപ്പെടുന്നത്. അതുകൊണ്ട് അച്ഛൻ്റെ ബലി ഇടാൻ പാടില്ല എന്ന് എനിക്ക് സംശയമുള്ളത് കൊണ്ട് ഞാൻ തിരുവല്ലത്തെ പരശുരാമസ്വാമി ക്ഷേത്രത്തിൽ ചെന്ന് അന്വേഷിക്കുകയുണ്ടായി. അപ്പോൾ അവിടെ നിന്നും കിട്ടിയ അറിവെന്ന് പറയുന്നത്, അവിടുത്തെ പോറ്റി പറഞ്ഞു തന്നത്, 2 ആത്മാക്കളാണ് ഇവർ 2 പേരും. അമ്മയുടെ ബലി പൂർണ്ണമായില്ല എന്ന് പറഞ്ഞും കൊണ്ട് അമ്മയ്ക്ക് നമുക്ക് ബലി ഇടാൻ പാടില്ല. അത് ശരിയാണ്. പക്ഷേ അച്ഛന് 13 വർഷം കഴിഞ്ഞില്ലേ, അച്ഛൻ്റെ ആ അവകാശം നമ്മളത് ചെയ്യുക തന്നെ വേണം. ഒന്നാമത്തെ ഡൗട്ട്, ഇടാമോ ഇടാൻ പാടില്ലയോ എന്നാണ്. അപ്പോൾ പോറ്റി പറഞ്ഞത് മരിച്ചു പോയ അച്ഛന് വേണ്ടിയിട്ട് ഇടാം, അതിന് വേറൊരു തെറ്റില്ല. പക്ഷേ ചില നാട്ടിൽ അവർക്ക് ഈ 1 വർഷം ഇങ്ങനെ ബലി ഇടുന്നത് കൊണ്ട് ആണ്ടുബലി കംപ്ലീറ്റ് ആവാത്തത് കൊണ്ട് അച്ഛൻ്റെ ബലി ഇടാതെ ഇരിക്കുന്നവരുമുണ്ട്. അങ്ങനെയും ചെയ്യാറുണ്ട് എന്ന് പറഞ്ഞു തന്നിട്ടുണ്ട്. ഒരു മുതിർന്ന വ്യക്തിയോടോ ഇല്ലെങ്കിൽ മേൽശാന്തിയോടോ ചോദിച്ച് നമുക്ക് തീരുമാനിക്കാം. മേൽശാന്തി ഇടാൻ പറയുകയാണെങ്കിൽ നമുക്ക് ബലിതർപ്പണം ചെയ്യാം. ഇല്ലെങ്കിൽ 1 വർഷം കഴിഞ്ഞതിന് ശേഷം 2 പേർക്കും, അമ്മയ്ക്കും അച്ഛനും ബലിതർപ്പണം നടത്താം. ഇന്നത്തെ കുഞ്ഞു സംശയങ്ങൾ ദൂരീകരിച്ചെന്ന് വിശ്വസിക്കുന്നു. അടുത്ത വീഡിയോ വരുന്നതുവരെ എല്ലാവർക്കും ശാന്തിയും സമാധാനവും ലഭിക്കട്ടെ.